യാക്കൂബ് നബി അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ്. ഇസ്ഹാഖ് നബി യുടെ മകനും ഇബ്രാഹിം നബി യുടെ പൗത്രനുമാണ് പേരക്കുട്ടി അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രത്യേകതകൾ. ഇസ്രായേൽ യാക്കൂബ് നബി യുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അള്ളാഹുവിന്റെ ദാസൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളാണ് ബനു ഇസ്രായേൽ സന്തതികൾ എന്നറിയപ്പെടുന്നത്. യൂസുഫ് നബി യുടെ പിതാവ്. പ്രവാചകനായ യൂസുഫ് നബി ഉൾപ്പെടെ 12 ആൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ക്ഷമയും സങ്കടവും. മകനായ യൂസുഫ് നബി യെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ കഠിനമായ സങ്കടവും ആ വേർപാടിൽ അദ്ദേഹം കാണിച്ച അപാരമായ ക്ഷമയും വിശുദ്ധ ഖുർആൻ എടുത്തുപറയുന്നുണ്ട്. കഠിനമായി കരഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെടുകയും പിന്നീട് യൂസുഫ് നബി യുടെ കുപ്പായം കണ്ണിൽ തഴുകിയപ്പോൾ കാഴ്ച തിരികെ ലഭിക്കുകയും ചെയ്തു. ജോലി ഉപജീവനമാർഗം. മറ്റു പല പ്രവാചകന്മാരെയും പോലെ ആടുകളെ മേയ്ക്കലും കൃഷിയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉപജീവനമാർഗം. കനാന്റെ പ്രദേശങ്ങളിൽ അദ്ദേഹം ആട്ടിൻകൂട്ടങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. ജീവിതചരിത്രം. ചുരുക്കത്തിൽ, പാലസ്തീനിലാണ് യാക്കൂബ് നബി ജനിച്ചു വളർന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ അമ്മാവന്റെ നാടായ ഹറാനിലേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അവിടെ വെച്ച് വിവാഹിതനാവുകയും 12 ആൺമക്കൾ ജനിക്കുകയും ചെയ്തു. മക്കളിൽ യൂസുഫ് നബി യോട് അദ്ദേഹത്തിനുള്ള പ്രത്യേക സ്നേഹം കാരണം മറ്റ് സഹോദരന്മാർക്ക് അസൂയ തോന്നുകയും യൂസുഫ് നബിയെ കിണറ്റിൽ തള്ളുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറിയ യൂസുഫ് നബിയുടെ ക്ഷണപ്രകാരം യാക്കൂബ് നബി തന്റെ കുടുംബത്തോടൊപ്പം പാലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി. ജീവിതത്തിന്റെ അവസാന കാലഘട്ടം അദ്ദേഹം ഈജിപ്തിലാണ് കഴിച്ചുകൂട്ടിയത്. മക്ബറ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. യാക്കൂബ് നബി മരണപ്പെട്ടത് ഈജിപ്തിൽ വെച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ വസ്വിയ്യത്ത് ഉപദേശം പ്രകാരം മൃതദേഹം പാലസ്തീനിലേക്ക് കൊണ്ടുപോവുകയാണുണ്ടായത്. ഇന്ന് പാലസ്തീനിലെ ഹെബ്രോൺ അൽ ഖലീൽ നഗരത്തിലുള്ള ഇബ്രാഹിമി മസ്ജിദിലാണ് ഇബ്രാഹിമി മോസ്ക് കേവ് ഓഫ് ദ പേട്രിയാർക്സ് യാക്കൂബ് നബി യുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ഹാഖ് നബി പിതാമഹൻ ഇബ്രാഹിം നബി എന്നിവരുടെ ഖബറുകളും ഇവിടെത്തന്നെയാണ്.